പ്രിയേ, പിന്നാലെ നിൽക്കുന്ന ആളെന്ന് നോക്കി. ആ, അനുവിന്റെ സ്വഭാവമുള്ള ഒരാളെ പറ്റി പറഞ്ഞില്ലേ? വരൂ, പരിചയപ്പെടുത്തി തരാം. രാജേഷ്. ഹായ്. അന്ന് ഞാൻ പറഞ്ഞ പുള്ളിക്കാരത്തി. ഹലോ. ഹലോ. ബെല്ലടിച്ചു. വാ രാജേഷ്, പിന്നെ കാണാം. എന്ത് സുന്ദരനാണല്ലേ? അവളും കൂടെ വന്നിട്ട് കോളേജിൽ പോയാ പോരെ? എനിക്കിന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അനുവിനോട് പറഞ്ഞാൽ മതി. ബൈ ബൈ ബൈ. ഹായ് രാജേഷ്. രാജേഷ്, കൂട്ടുകാരി വന്നില്ലേ? അവൾ വരും, നമുക്ക് പോകാം. ബൈക്ക് നിർത്തോ? അമ്മേ, എന്ത് പറ്റി? മുട്ടനക്കാൻ വയ്യ. എന്ത് പറ്റി? വല്ലയിടത്തും മുട്ടിയോ? ഇല്ല, പെട്ടെന്ന് വന്നതാണ്. ഇങ്ങനെ കൂടെ കൂടെ വരാറുണ്ടോ? ഇല്ല, ഇതാദ്യമാണ്. ആ, ഇവിടെ അടുത്തൊരു ക്ലിനിക് ഉണ്ട്. ഞാൻ ഡോക്ടറെ വിളിച്ചോണ്ടുവരാം. അയ്യോ വേണ്ട, ഡോക്ടർ വേണ്ട. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ രാജേഷ് കുറച്ചു നേരം അമർത്തി തന്നാ മതി. പ്ലീസ്, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കുക. വല്ലവരും കണ്ടാൽ എന്താ?
എന്റെ ശരീരമല്ലേ? ശരി തന്നെ, പക്ഷേ ഇക്കാര്യത്തിൽ എന്നെ കിട്ടില്ല. വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടാക്കി തരാം, അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോവാം. എന്ത് വേണം? ഒന്നും വേണ്ട, എന്റെ വേദന ഞാൻ സഹിച്ചോളാം. നടക്കൂ. ഈ രാജേഷിന് ഒട്ടും സ്നേഹമില്ല. ശരീരം അമർത്തി കൊടുക്കലല്ല സ്നേഹത്തിന്റെ ലക്ഷണം. വേദനിച്ചിട്ടല്ലേ? വേദനിക്കുന്നവർക്കെല്ലാം തലോടി കൊടുത്താൽ പേര് ചീത്തയാകും. രാജേഷ് എന്നെ ഇനിയും മറ്റൊരാളായി കാണുന്നു. വേദന മാറിയോ? എങ്ങനെ മാറാനാണ്? 2 ദിവസം ലീവ് എടുത്ത് വീട്ടിൽ റെസ്റ്റ് എടുക്കൂ, എല്ലാം ഭേദമാകും. ഫസ്റ്റ് പീരീഡ് ഇംഗ്ലീഷാണ്. നേരെ വൈകി ചെന്നാൽ പ്രൊഫസർ ക്ലാസ്സിൽ കേട്ടില്ല. ഞാൻ പോട്ടെ. രാജേഷ്, ഞാൻ രാജേഷിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് രാജേഷ് അറിയുന്നില്ല.